എടാ ഈ പെട്രോളിംഗ് എന്ന് പറയുന്നത് ക്രൈം ഉണ്ടാകാൻ നോക്കാനാണ്. ഈ കോടതി കേസൊന്നും പേടിച്ചിട്ടല്ല ഈ നാട്ടിലുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നത്. പോലീസിന്റെ ഇടി പേടിച്ചിട്ടാണ്. ഞാനൊരു പോലീസ് പക്ഷത്താണ് നിൽക്കുന്നത്. പോലീസ് എല്ലാവരും പുണ്യാത്മാക്കളെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ സാധാരണ പോലീസുകാരുടെ പ്രശ്നങ്ങളുണ്ട്, പെട്ടുപോകുന്ന പോലീസുകാരുണ്ട്, അവരുടെ കുടുംബമുണ്ട്. ആ കുടുംബമൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. സെയിം എനിക്കറിയാവുന്നൊരു റിയൽ ഇൻസിഡന്റിലെ ചെറുപ്പക്കാരനായ പോലീസുകാരൻ ഇറങ്ങി ഓടി, ഭാഗ്യത്തിന് വണ്ടി ഔട്ടിയോണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ആളാണ്. അതിനെല്ലാം കൃത്യമായ കാരണങ്ങളുണ്ട്. അതിനോട് എനിക്ക് നീതി പുലർത്തേണ്ടി വരും. അത്രയും ഹാപ്പിനെസ്സിനെക്കാളിലും ഒറ്റപ്പെടലും വേദനകളും ഒക്കെ ഫീൽ ചെയ്യുന്ന മനുഷ്യരുടെ ഒരു കാലഘട്ടമാണ്. അപ്പം അവർക്ക് വലിയ ഹാപ്പിനെസ്സിനേക്കാളും ചിലപ്പോൾ അവരുടെ ഡിപ്രഷനെ ഒന്നുകൂടെ ചെറുതായിട്ട് തൊട്ടുണർത്തുന്നത് ഞാനായിരിക്കാം. എല്ലാത്തരം പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പോർഷൻ കുറച്ചു നാളായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു, അത് ഞാൻ എടുത്തു. ഒരു പോലീസുകാരന് ആദ്യം വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ, നിരീക്ഷണ പാഠം. നിങ്ങൾക്ക് എൻ്റെ സിനിമ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ സിനിമ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വായനയാണ് അതിൻ്റെ അകത്ത്. അതിന് എനിക്കൊരു തെറ്റും പ്രായമില്ല. അവർക്ക് എന്നെ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്നല്ലാതെ എനിക്കതിന് ചെന്നിട്ട് ഇനി സിനിമ കണ്ട എല്ലാവരോടും എനിക്ക് അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സന്ദേശത്തൊക്കെ നമ്മൾ പറയുന്നത് എന്താ, ഇത് രാഷ്ട്രീയ, ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ അരാഷ്ട്രീയവാദിയാവും. ഒരു നായകനെ ഉണ്ടാക്കി വിട്ടോ, നായകൻ 10 പേരെ തല്ലി 10 പേരെ കൊന്ന് ഹീറോ ആകുമ്പോൾ ഇവിടെ ആർക്കും പരാതിയൊന്നുമില്ല. അതാകുമ്പോൾ നമുക്ക് മനസ്സമാധാനമുണ്ട്, ആൾക്കാർ കൈയടിച്ചാൽ മതി എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കേണ്ടി വരും. സിനിമയെ പോവാതിരിക്കാൻ വേണ്ടി ഏത് സിനിമ കാണുമ്പോഴും അതൊന്നും കൊള്ളത്തില്ലെന്ന് പോത്തേണ്ട അച്ഛൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് ആ കൂട്ടത്തിൽ ഭാഗ്യവാൻ. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് FTA പോകണമെന്ന്, ഡിഗ്രി എടുത്തിട്ട് FTA പോകണമെന്ന് ആഗ്രഹിച്ച വാപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നു. തിയേറ്ററിൽ പ്രേക്ഷകർ എത്തുന്നില്ല എന്ന് പരാതി പറയുന്നതിനിടയിൽ ഈ പെരുമഴയെത്തും എനിക്ക് തോന്നുന്നു റോന്തിനെ പ്രേക്ഷകർ സ്വീകരിച്ചു. കാറുള്ളവർ മാത്രം സിനിമ കണ്ടു എന്നാണ് ഞങ്ങളുടെ ഒരു ആദ്യത്തെ ഇത്. കാരണം സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈക്കിലൊക്കെ വന്ന് കാണുന്ന അല്ലെ അങ്ങനത്തെ ഒരു വ്യൂവേഴ്സിന് ഈ പടത്തിന് എത്തിപ്പെടാൻ പറ്റില്ല, അതൊരു നഷ്ടമാണ്. എന്നാൽ പോലും നമ്മൾ ഹാപ്പി ആയിരുന്നു, കാരണം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഉള്ളവന്റെ ഇല്ലാത്തവും പിടിച്ചു പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ പണിക്കിറങ്ങിയാലേ ഒരു സ്ത്രീ ഭയങ്കര പവർഫുൾ ആണ്, അവരെ വെച്ച് സിനിമ വിൽക്കപ്പെടും എന്നുണ്ടെങ്കിൽ ഇവിടെ 100 കഥകൾ വരും. നായട്ടിന്റെ കാര്യം പറഞ്ഞ് ഞാൻ 3 ആണുങ്ങളുടെ കഥയാണ് പറഞ്ഞത്. മാട്ടിഞ്ഞാണ് ഈ പറഞ്ഞത് ഒരു ലേഡി കോൺസ്റ്റബിളിനെ കൂടെ ഇത് സിനിമയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിമിഷ വരുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടറിയാം, നിമിഷയുടെ പെർഫോമൻസ് കൊണ്ട് നിമിഷം ഉണ്ടാക്കിയ സ്പേസ് ആണ്. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻസ് വളരെ കുറവാണ് നിമിഷയ്ക്ക്.